നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വയനാട് ദുരന്തം സംസ്ഥാനം സഹായം ചോദിച്ചത് ഈ മാസം 13 മാത്രമെന്ന കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തൽ. 180 കോടി അനുവദിച്ചെന്ന് കേന്ദ്രം. വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തശേഷം സംസ്ഥാനം തങ്ങളോട് സഹായം ആവശ്യപ്പെട്ടത് ഈ മാസം 13 മാത്രമെന്ന വെളിപ്പെടുത്തലുമായി കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളം 2219.033 കോടി രൂപയുടെ സഹായമാണ് ആവശ്യപ്പെട്ടത്. SDRFിലേക്ക് 153 കോടി രൂപ അനുവദിച്ചെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സംഘർഷത്തിന് മതവുമായി ബന്ധമില്ല. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കും മുഖ്യമന്ത്രി N ബീരേൻ സിംഗ്. മണിപ്പൂരിലെ സംഘർഷത്തിന് മതവുമായി ബന്ധമില്ലെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി N ബീരേൻ സിംഗ്. ലഹരിക്കെതിരെ എടുത്ത കടുത്ത നടപടികളാണ് മണിപ്പൂരിലെ സംഘർഷത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി N ബീരേൻ സിംഗ് പറഞ്ഞു. മണിപ്പൂർ സംഘർഷം തുടങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രി N ബീരേൻ സിംഗ് ആദ്യമായാണ് പ്രതികരിക്കുന്നത്. മതപരമായ സംഘർഷം എന്നത് അഭ്യൂഹം മാത്രമാണ്. മ്യാൻമറിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റവും ലഹരിയുമാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ബീരേൻ സിംഗ് വ്യക്തമാക്കുന്നു. വയനാട്ടിലെ LDF UDF ഹർത്താൽ നിരുത്തരവാദപരം, വിമർശനവുമായി ഹൈക്കോടതി. വയനാട്ടിലെ ഹർത്താലിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി. വയനാട്ടിലെ LDF UDF ഹർത്താൽ നിരുത്തരവാദപരമായ സമീപനമെന്ന ഹൈക്കോടതിയുടെ വിമർശനം. ഹർത്താലിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നും ഹൈക്കോടതി ചോദിച്ചു. പെട്ടെന്നുള്ള ഹർത്താൽ അംഗീകരിക്കാനാകില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. അധികാരത്തിലിരിക്കുന്ന LDFും ഹർത്താൽ നടത്തിയത് എന്തിനെന്ന് ഹൈക്കോടതി ചോദിച്ചു. വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേസ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേസ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. അദാനി വിഷയം കൊണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധം ഉലയില്ല, നിലപാട് വ്യക്തമാക്കി വൈറ്റ് ഹൌസ്. അദാനിയുടെ കൈക്കൂലി കേസ് ഇന്ത്യ അമേരിക്ക ബന്ധത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് അമേരിക്ക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തമായ അടിത്തറയുണ്ടെന്ന് വൈറ്റ് ഹൌസ് മാധ്യമ വക്താവ് കാരിൻ ജീൻ പിയറി വ്യക്തമാക്കി. അദാനിക്കെതിരായ ആരോപണത്തെക്കുറിച്ച് വ്യക്തമായി അറിയാമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. പ്രശ്നത്തെ ഫലപ്രദമായി ഇരു രാജ്യങ്ങളും കൈകാര്യം ചെയ്യുമെന്നും കാരിൻ ജീൻ പിയറി പറഞ്ഞു. മലപ്പുറത്ത് ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം കവർന്നു, 4 പേർ പിടിയിൽ. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം കവർന്നു. പെരിന്തൽമണ്ണ ടൌണിലെ MK ജ്വല്ലറി അടച്ചു മടങ്ങുകയായിരുന്ന ഉടമ കിനാദിയിൽ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും ഇടിച്ചു വീഴ്ത്തിയാണ് കവർച്ച. ജൂബിലി ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് കാറിലെത്തിയ സംഘം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന ഉടമകളെ ഇടിച്ചു വീഴ്ത്തിയത്. സർക്കാർ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു. മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരായ പീഡന പരാതി പിൻവലിക്കുന്നുവെന്ന് നടി. മുകേഷ് അടക്കം 7 പേർക്കെതിരെ നൽകിയ ലൈംഗിക പരാതി പിൻവലിക്കുന്നുവെന്ന് ആലുവ സ്വദേശിയായ നടി. തനിക്കെതിരെ എടുത്ത കേസിൽ സർക്കാരും പോലീസിന്റെ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു എന്ന് ആരോപിച്ചാണ് പരാതി പിൻവലിക്കുന്നത്. വ്യാജ പരാതിയായിരുന്നിട്ടും പോക്സോ കേസിൽ തന്നെ സർക്കാരും പോലീസും വേട്ടയാടുവാൻ ശ്രമിക്കുന്നുവെന്നും നടി ആരോപിച്ചു.
ശബരിമല സന്നിധാനത്ത് പാമ്പ് കണ്ടെത്തിയത് 18-ാം പടിക്ക് സമീപം. ശബരിമല സന്നിധാനത്ത് 18-ാം പടിക്ക് സമീപത്ത് നിന്നും പാമ്പിനെ പിടികൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. 18-ാം പടിക്ക് താഴെ മഹാകാണിക്ക ഭാഗത്ത് നിന്നും അപ്പം അരവണ കൌണ്ടറുകളിലേക്ക് പോകുന്നതിനുള്ള അടിപ്പാതയുടെ പടിക്കെട്ടിന് സമീപത്തെ കൈവരിയിലായാണ് പാമ്പിനെ കണ്ടെത്തിയത്. ഇതോടെ ദർശനത്തിനെത്തിയ ഭക്തരടക്കം പരിഭ്രാന്തിയിലായി. ഇന്ന് രാവിലെ 9:30യോടെയാണ് സംഭവം. സന്നിധാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിഷപ്പാമ്പുകളെ പിടികൂടാറുണ്ടെങ്കിലും 18-ാം പടിക്ക് സമീപത്ത് നിന്നും പാമ്പിനെ പിടികൂടുന്നത് ഇതാദ്യമാണ്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. ശബരിമലയിൽ തിരക്ക് കൂടുന്നു. ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയത് ഇന്നലെ. ശബരിമലയിൽ ഭക്തജന തിരക്കേറുന്നു. ഈ വർഷം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെയെന്ന ദേവസ്വം ബോർഡ്. ഇന്നലെ മാത്രം ദർശനം നടത്തിയത് 77,026 തീർത്ഥാടകരാണ്. ഇതോടെ ആദ്യ 7 ദിനം ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 4,51,097 ലക്ഷമായി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.